ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനിത. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഓൺ വോയിസ് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വീഡിയോസ്, ഷോർട്സ് ഇങ്ങനെയൊക്കെ ആയിട്ടല്ലേ. അപ്പം ഞാൻ ഓർത്തുനിന്ന് എനിക്കൊരു ഓഫുള്ള ദിവസമല്ലേ, എൻ്റെ കുഞ്ഞുങ്ങളുമൊത്ത് ചിലവഴിക്കുന്ന ഒരു 4 മണി, ചെറിയ 4 മണി നേരം നിങ്ങളുടെ മുമ്പിലേക്കൊന്ന് എത്തിക്കാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഓർത്തു അവർക്ക് എന്തുവാണ് കഴിക്കാൻ കൊടുക്കുന്നത്. 4 മണിക്ക് അവർ ഉറങ്ങി എണീച്ച് കഴിയുമ്പം അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കും. ചിലപ്പോൾ ബിസ്ക്കറ്റോ റസ്കോ അങ്ങനെ എന്തെങ്കിലും. അപ്പം ഞാൻ ഓർത്തുന്ന ഇന്ന് അവർക്ക് വിജി ഇന്ന് ഉച്ചയ്ക്ക് കടയിൽ പോയിട്ട് വന്നപ്പോൾ പപ്പായയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഓരോ നാട്ടിൽ ഇതിനെ ഓരോ പേരിൽ അറിയപ്പെടും. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ഓമയ്ക്ക എന്നാണ് പറയുന്നത്, ചില നാട്ടിൽ ഇതിനെ കപ്ലങ്ങ എന്ന് പറയും. അപ്പം പണ്ടൊന്നും ഈ ഓമയ്ക്ക ഞാൻ അവർക്ക് കൊടുത്താൽ അവർ കഴിക്കത്തില്ലായിരുന്നു, എൻ്റെ കൂട്ട് തന്നെ. പക്ഷെ ഇപ്പം അവർ കഴിക്കും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ അവർക്കറിയാം അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റിയൊക്കെ. കാരണം ഞാൻ പറഞ്ഞു കൊടുത്തതല്ല, അവരുടെ സ്കൂളിൽ അവരുടെ ടീച്ചർ പറഞ്ഞു കൊടുത്ത് അങ്ങനെ അറിയാം അവർക്ക്, അതുകൊണ്ട് അവർ കഴിക്കണം. അപ്പം ഞാൻ എങ്ങനെ ഓർത്തു, പണ്ടൊക്കെ എൻ്റെ ചെറുപ്പത്തിലെ ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി ഓമയ്ക്കായുണ്ട്. ഒരു മരമേ ഉള്ളൂ. പക്ഷെ ഒരു മരം അത് ഉണ്ടായി കുറച്ച് 2-3 വർഷം കഴിയുമ്പം അതിൻ്റെ ചുവട്ടത്തിൽ തന്നെ അതിൻ്റെ കുഞ്ഞു മക്കളായിട്ടുള്ള മരങ്ങളുണ്ടായിട്ട് അപ്പം 365 ദിവസം ഓമയ്ക്കായുണ്ട്. അപ്പം ഞങ്ങളുടെ മമ്മി പണ്ടൊക്കെ എപ്പോഴും ഈ ഓമയ്ക്ക തോരനുണ്ടാക്കും. ഞങ്ങളുടെ പപ്പായ്ക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ചേമ്പിൻ്റെ താള് കറി, ഓമയ്ക്ക തോരന്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഒരു 365 ദിവസം മോരുകറി, കാച്ചിയ മോര് കഴിച്ച് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ വല്ലപ്പോഴും ഒക്കെ ഒരു പരിപ്പ് കറിയും കേട്ടോ. അപ്പം മമ്മി ഇതുണ്ടാക്കി വെക്കുമ്പോൾ ഞങ്ങൾ ഓർത്തു, എൻ്റെ ദൈവമേ, ഈ മമ്മിക്ക് വേറെ പണിയൊന്നും ഇല്ലയോ, ഈ മമ്മി എന്തിനാ എപ്പോഴും ഈ ഓമയ്ക്കാത്തോരൻ തന്നെ ഉണ്ടാക്കുന്നേ. പക്ഷെ അന്ന് ഞങ്ങൾക്ക് അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിനെ കുറിച്ചൊന്നും നമ്മൾ ചെറുപ്പമല്ലേ, അത് തന്നെയല്ല അന്നൊക്കെ നമുക്ക് ഈ ഹെൽത്ത് ഇത് കഴിച്ചാൽ ഇന്ന ഗുണമുണ്ട്. അന്ന് ഫോണും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ നോക്കാനൊന്നും. ഇന്നിപ്പോൾ ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ ഈവൻ കൊച്ചു പിള്ളേർ വരെയും അവർക്ക് ടൈപ്പ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ പോലും അവർ വോയിസിൽ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ഫോണിനകത്ത് നോക്കില്ലേ. അപ്പം ഞങ്ങളുടെ പപ്പായ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ അന്നൊന്നും ഇത് കഴിക്കത്തേയില്ല. അപ്പം ഞങ്ങളുടെ മമ്മി ചിലപ്പോൾ പറയും, കുഞ്ഞെ ഇതിൻ്റെ പഴുത്തോമയ്ക്ക കഴിക്കടി, നല്ലതാടി, സൗന്ദര്യമൊക്കെ വരൂടി എന്ന് പറയും. അപ്പോൾ നമ്മളിത് കാര്യമായിട്ട് എടുക്കത്തില്ല കേട്ടോ. എന്ന് വെച്ചിട്ട് ഇപ്പം എനിക്ക് സൗന്ദര്യം വന്നെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം അന്ന് കളഞ്ഞുകൊണ്ടിരുന്ന ആ സാധനം ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ട് എന്തുമാത്രം പൈസ കൊടുത്താൽ അത് മേടിക്കുന്നതെന്നറിയാമോ. ഞാൻ താമസിക്കുന്നത് മസ്കറ്റിലാണ്. ഇവിടെ ഞാൻ ഓമയ്ക്ക മേടിക്കും. പക്ഷെ സലാലയുടെ പപ്പായയാണ് ഞങ്ങൾ സ്വീറ്റ് കഴിക്കാൻ പറ്റുന്നത്. വളരെ സ്വീറ്റാണ് അതിന്, നല്ല മധുരം അതിന്. അപ്പം അത് നമ്മൾ പകുതിയൊന്നുമല്ല, നമ്മളൊരു വലിയ ഓമയ്ക്ക തന്നെ മേടിക്കുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ ഒരു 1000, ഒരു 800 രൂപയൊക്കെ കൊടുത്ത് നമ്മൾ മേടിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചവറ് പോലെ കളഞ്ഞു കിടക്കുന്ന സാധനമാണ്. ഇവിടെ വന്ന് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുമ്പം നമുക്കതിൻ്റെ തൊലി വരെ കളയാൻ വിഷമമാണ് കേട്ടോ. നമ്മളുകൊണ്ട് തൊലി കളയത്തില്ലെന്നല്ല കേട്ടോ, തൊലിയൊക്കെ കളയും. അല്ല, ഞാനങ്ങ് പറയുക, നമ്മുടെ നാട്ടിൽ ഓരോ സാധനവും നമ്മൾ കളയുന്നത് നമുക്കതിൻ്റെ വില അറിയത്തില്ല. ആ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കതിൻ്റെ വില അറിയത്തില്ല. പക്ഷെ നമ്മൾ നമ്മുടെ നാട് വിട്ട് വേറൊരു സ്ഥലത്ത് വന്നു കഴിയുമ്പോൾ ഇതിനൊക്കെ പൊന്നിൻ്റെ വില കൊടുത്താണെങ്കിലും നമുക്ക് കഴിക്കാനുള്ള കൊതി കൊണ്ട് അല്ലെ ആഗ്രഹം കൊണ്ട് നമ്മളിത് മേടിച്ച് കഴിച്ചു പോകും. അപ്പം ഞാൻ ഓർത്തു, ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കുന്നു പറഞ്ഞേ. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഒന്നും ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല ഇവരുമായിട്ട് സംസാരിക്കുന്നതിനായിട്ട്. ഇവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത്, ഇവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഒന്നും മറക്കണ്ട. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഞാൻ ഈ യൂട്യൂബിലേക്ക് പുതിയതായിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കിതിനകത്ത് ഒത്തിരി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാനിതിൻ്റെ സ്റ്റെപ്പ് അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചാറ്റ് ബോക്സിലൂടെ അറിയിക്കുക. തീർച്ചയായിട്ടും ഞാൻ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അവരെന്തൊക്കെയാണ് സംസാരിക്കുന്നത്, അവരെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് ഒക്കെ നമുക്ക് നോക്കാം. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിലെ ഈ ചെറിയ കാര്യം നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന്, അത്രയേ ഉള്ളൂ. അപ്പം ഓക്കെ, ബൈ ബൈ.